അടുത്ത നമുക്കിനി സ്ക്വയറിൻ്റെ ഇൻവലൂട്ട് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്. ഡ്രോ ദ ഇൻവലൂട്ട് ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 20 mm. അപ്പോൾ 20 mm സൈഡുള്ളൊരു സ്ക്വയർ വരയ്ക്കാം. അപ്പോൾ 20 mm സൈഡിലുള്ള സ്ക്വയർ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത പോലെ ഇത് പേര് കൊടുക്കുക ABCD. ഇനി ഈ എയിൽ നിന്നാണ് AB ആദ്യം നമ്മൾ റേഡിയസ് എടുക്കുന്നത്. AB റേഡിയസ് ആയിട്ടാണ് വരയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ AD ഈ ലൈനാണ് നമ്മൾ ആദ്യം നീട്ടി വരയ്ക്കേണ്ടത്. അതിനുശേഷം AB റേഡിയസ് ആയി എടുത്തുകൊണ്ട് ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ ഇവിടെ വന്ന് ടച്ച് ചെയ്യും. ആ പോയിൻ്റാണ് P1. അപ്പോൾ നമ്മൾ A സെൻറ്റർ ആയിക്കൊണ്ട് നമ്മൾ AB ലെങ്ത്ത് വരച്ചു. AB ലെങ്ത്ത് കോമ്പസിലെടുത്ത് വരച്ചപ്പോൾ P1 എന്നുള്ള പോയിൻ്റ് കിട്ടി. ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടുന്ന് ലെഫ്റ്റിൽ ഇങ്ങനെയാണ് നമ്മൾ ഇൻവലൂട്ട് വരേണ്ടത്. അപ്പോൾ അടുത്ത് നമുക്ക് A കഴിഞ്ഞു, സെൻറ്ററായി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് സെൻറ്ററായി എടുക്കുന്ന D ആണ്. അപ്പോൾ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് പുതുതായിട്ട് കിട്ടിയ പോയിൻ്റ് DP1 ആയിരിക്കും റേഡിയസ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഏതാണോ സെൻറ്ററായിട്ട് എടുക്കുന്നത് ആ ഭാഗത്തിലേക്ക് വേണം ഈ ലൈൻ ഇൻവലൂട്ട് വന്ന് ചേരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ലൈൻ വേണം നീട്ടി വരയ്ക്കാൻ. അപ്പോൾ D സെൻറ്റർ ആയിക്കൊണ്ട്, അപ്പോൾ ഏതാണോ സെൻറ്റർ ആക്കുന്നത് അതിൽ നിന്ന് വേണം ഈ ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എനിക്ക് മാത്രമേ അതിലേക്ക് നമുക്ക് വന്ന് അടുത്ത പോയിൻ്റ് നമുക്ക് കിട്ടുള്ളൂ. DP1 കോമ്പസിലെടുക്കുന്നു, റേഡിയസ് ആയിട്ട് എടുക്കുന്നു. DP1 റേഡിയസ് ആയിട്ട് എടുക്കുന്നു, വരയ്ക്കുന്നു. ഈ ലൈനിൽ വന്ന് തട്ടുന്ന പോയിൻ്റാണ് P2. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സെൻറ്റർ ആക്കേണ്ടത് C ആണ്. അപ്പോൾ അതിൽ നിന്ന് വേണം നീട്ടി വരയ്ക്കാൻ. അപ്പോൾ അടുത്ത റേഡിയസ് എന്ന് പറയുന്നത് CP2 ആയിരിക്കണം. അത് അടുത്ത പോയിൻ്റ് P3. ഇനി നമ്മൾ അടുത്ത് സെൻറ്റർ ആക്കേണ്ടത് B ആണ്. അപ്പോൾ ഈ ലൈൻ വേണം നീട്ടി വരയ്ക്കാൻ. അതിന് ലെങ്ത്ത് കുറച്ച് കൂടുതലായിരിക്കും. ഇനി നമ്മൾ റേഡിയസ് ആയിട്ട് എടുക്കുന്നത് BP3. പുതുതായിട്ട് കിട്ടിയ പോയിൻറ്റും ആണ് നമ്മൾ അടുത്ത റേഡിയസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പോയിൻ്റ് കിട്ടും P4. ഇതിന് 4 സൈഡ് ഉള്ളതുകൊണ്ട് 4 പോയിൻ്റാണ് നമുക്ക് കിട്ടുക, P4 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ റേഡിയസ് ഒന്ന് മാർക്ക് ചെയ്യാം നേരത്തെ ചെയ്ത പോലെ. നമുക്ക് അറിയുന്നതുകൊണ്ട് 25 mm എന്ന് എഴുതാം. ഇനി അടുത്തത് നമ്മൾ DP1 ആണ് എടുത്തത്, അത് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ അടുത്ത റേഡിയസ് എടുത്തിരിക്കുന്നത് CP2 ആണ്, അത് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ നെക്സ്റ്റ് എടുത്തിരിക്കുന്നത് BP3 ആണ്, അത് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കൊരു സൈഡ് ഒന്ന് ഡയമെൻഷൻ ചെയ്യാം. അതേപോലെ നമുക്ക് ലാസ്റ്റ് കിട്ടിയിരുന്ന BP4 എന്ന് പറയുന്നത് ഈ സ്ക്വയറിൻ്റെ പെരിമീറ്റർ ആയിരിക്കും, അതൊന്നും മാർക്ക് ചെയ്യുക.
നമുക്ക് അപ്പോൾ നമ്മൾ ആൻസർ ആയിരിക്കുകയാണ് 20 mm സ്ക്വയർ, 20 mm സൈഡുള്ള ഒരു സ്ക്വയറിൻ്റെ ഇൻവല്യൂട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്.